പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ജ്ഞാനായ കമ്മിറ്റി ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ജ്ഞാനായ സമുദായ ദിനം കൂടിയതിനെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു കമ്മിറ്റി വിളിച്ച് എല്ലാവരും വന്നത്. ഇന്ന് നമ്മുടെ കുറച്ചു നാളായിട്ട് ആരോഗ്യപരമായ കാരണത്താൽ സംബന്ധിക്കാതിരുന്ന ആരിച്ചൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ ദൈവനമ്പുരാന് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി വീണ്ടെടുത്തു. ആരിച്ചൻ ഇപ്പം കമ്മിറ്റിയിലെ ശക്തമായിട്ട് ആരിച്ചൻ പങ്കുചേരുന്നുണ്ട്. ആരിച്ചന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും പ്രാർത്ഥിക്കണം. ഇനി ഏതാണ്ട് ഒരു ചെറിയ പ്രതിസന്ധിയുടെ ഉള്ളൂ. അതോടെ ഉടനെ തന്നെ ആരിച്ചന്റെ മാറും. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ജിജു ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജ്ഞാനായ സമുദായ ദിനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി UK-യിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ മാർച്ച് കഴിയുന്ന പറഞ്ഞ അദ്ദേഹം സ്ഥിരമായിട്ട് ഇനി പോരും. അദ്ദേഹത്തെ രണ്ടുപേരെയും ഇന്ന് വന്ന ഇവരെ സ്പെഷ്യലായിട്ട് ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുവാനുള്ളത് ജ്ഞാനായ സമുദായ ദിനം ഒരു ചരിത്ര സംഭവമാക്കി തീർത്തതിന് ജ്ഞാനായ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളോടും, അസോസിയേഷൻ അംഗങ്ങളോടും, വൈദിക ശ്രേഷ്ഠരോടും, ഭക്തസംഘടനാ ഭാരവാഹികളോടും അപാരവൃതം ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങളോട് തീരാത്ത കടപ്പാട് ജ്ഞാനായ കമ്മിറ്റിക്കുണ്ട്. ജ്ഞാനായ കമ്മിറ്റിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തതും. ഇതിനുവേണ്ടി എല്ലാവരും ഓരോ സ്വാഗത സംഘത്തിന്റെ ഓരോ കൺവീനർമാരായിരുന്നു. അവരുടെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ എല്ലാവരും പ്രവർത്തിച്ചു. ഞങ്ങളുടെ ഒരു 2 മാസമായിട്ടുള്ള ഭയങ്കര പ്രവർത്തനങ്ങളുടെ വ്യാപകമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ചെറിയ ന്യൂനതകളൊക്കെ വന്നിട്ടുണ്ട്. ആ ന്യൂനതകളൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു സംരംഭം നടത്തുന്നത്. അപ്പൊ അതിൽ ചെറിയ മൈക്കിന്റെയോ അല്ലെ അങ്ങനെയുള്ള ചെറിയ ന്യൂനതകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭാവിയിൽ അതൊരു പാഠമാക്കിക്കൊണ്ട് നല്ല രീതിയിലെ ഭാവിയിലെ പ്രവർത്തനങ്ങളില് അത് വരും. ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ള കേരളത്തിലെ ആരാധ്യനായ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിന് എത്തിയെന്നുള്ളത് ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ്. അത് ജ്ഞാനായ സമുദായത്തിന്റെ ദിനവും മെത്രാപ്പൊലീത്തായുടെ പൗരോഹിത്യത്തിൽ അല്ലെങ്കിൽ മെത്രാൻ സ്ഥാനാരോഹണത്തിന്റെ 22ാം വാർഷികവും അങ്ങനെ 2 പരിപാടികൾ കൂടി വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സാധാരണ രീതിയിലല്ല മുഖ്യമന്ത്രി വന്ന് മീറ്റിംഗിന്റെ ആദ്യോടന്തം ഏതാണ്ട് 1.25 മണിക്കൂർ സമയം ഈ മീറ്റിംഗിന് വേണ്ടി അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷവും പിന്നെ മന്ത്രിയുടെ പ്രസംഗവും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായിട്ട് വന്ന CSI-യിലെ തിരുമേനിയുടെ പ്രസംഗവും കഴിഞ്ഞ് തീർന്നതിന് ശേഷമാണ് അദ്ദേഹം അവിടെ ഇറങ്ങി അപ്രേ സെമിനാരി സന്ദർശിച്ചു. അതും വലിയൊരു ചരിത്രത്തിലെ ഒരു സംഭവമാണ്. പിണറായി വിജയൻ സാറ് ഈ അപ്രേ സെമിനാരി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അപ്രേ സെമിനാരിയിലും വന്ന് വളരെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ കടപ്പാടും അദ്ദേഹത്തിന് ഉണ്ട്. നമുക്കറിയാമല്ലോ, സാധാരണ അങ്ങനെ അദ്ദേഹത്തെ ഈ സഭാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതല്ല. അവിടെ ജ്ഞാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്തായുള്ളൂ. ജ്ഞാനായ സമുദായത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തത്. അതുപോലെ തന്നെ കോട്ടയത്തിന്റെ നമ്മുടെ വാസവൻ സാറ്, അദ്ദേഹമാണ് ഈ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പരിശ്രമം ഇതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം ജ്ഞാനായ സമുദായത്തെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ MLA ആയിട്ടിരുന്നതാണ് കോട്ടയത്തിന്റെ. ആ സമയത്തൊക്കെ സമുദായ മെത്രാപ്പൊലീത്തായും നമ്മളൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിലാണ് പോയത്. അദ്ദേഹത്തിനോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന പലരുമുണ്ട്. MP-മാരുണ്ട്, ജോസ് കെ മാണി അവர்களுണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ജോം മൈക്കിളുണ്ട്, പ്രമോദ് നാരായണനുണ്ട്, CSI-യുടെ ബിഷപ്പുണ്ട്. അങ്ങനെ പലരും, നമുക്ക് ചാണ്ടിയും ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും പങ്കെടുത്തു. നമുക്ക് ഇതിൽ കൂടുതൽ ആളുകൾ വരുവാൻ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു മീറ്റിംഗിൽ എത്രയോ അവര് വിശിഷ്ടാതിഥികൾ വരുന്നുണ്ടെ അവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കണമല്ലോ. പിന്നെ അവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ 5000 ചെയർ എടുത്തു ഇവിടെ. അതുകൂടാതെ തന്നെ ആ പള്ളിയുടെ
ഹോള് നിറച്ച് ചേറായിരുന്നു. അവിടെ ഒരു 1500-2000 പേർക്ക് അവിടെ ഇരുന്നു, ബാൽക്കണി ഉൾപ്പെടെ പള്ളിക്കകത്ത് മുഴുവൻ ഇരുന്നു. ഏതായാലും ഞങ്ങളുടെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അവിടുന്ന് നമ്മുടെ മന്ദിരം ജംഗ്ഷനിൽ നിന്ന്, അല്ലെ മന്ദിരം ചാപ്പലിൽ നിന്ന് അവസാനത്തെ പള്ളി പോലും അവരുടെ ലൈനിൽ നിന്നതേ ഉള്ളൂ. അഞ്ചായപ്പള്ളിയും അതിന് പുറകെ തിരുവനന്തപുരം പള്ളിയും ഒക്കെ അവിടെ നമ്മുടെ മന്ദിരം കവലയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇവിടെ മീറ്റിംഗ് തുടങ്ങേണ്ടി വന്നു. അവരൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് റാന്നിപ്പള്ളി ഉൾപ്പെടെ വന്നപ്പോഴത്തേക്ക് പോലീസ് അധികാരികള് 2 ഗേറ്റുകളും അവരെ ക്ലോസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർക്കൊന്നും ഈ സമ്മേളന നഗരിയിലോട്ട് കയറുവാനായിട്ട് സാധിച്ചില്ല. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഒത്തിരി ധാരാളം ഒരു 10,000 പേർക്ക് സമ്മേളന നഗരിയിലോട്ട് കയറാൻ സാധിച്ചില്ല. അതിന് പല വോയിസ് മെസ്സേജ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അവർ പറയുന്നത് പിണറായി വിജയൻ പോയതിനു ശേഷമാണ് പല പള്ളിക്കാരും ഈ വേദി പോലും കണ്ടത്. അപ്പോൾ ആളുകൾ ഇറങ്ങുന്നതനുസരിച്ച് പിന്നെ വേദി പോയി കാണേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. നമുക്ക് ചിങ്ങവനത്ത് തന്നെ നടത്തണമെന്ന് നമ്മുടെ പുക്കിൾക്കൊടി ഉറങ്ങുന്ന ഗ്രാനായി സമുദായത്തിന്റെ പുക്കിൾക്കൊടി ഉറങ്ങുന്ന അല്ലെ നമ്മുടെ സമുദായ ആസ്ഥാനം ചിങ്ങവനമാണ്. അപ്പൊ ആ ചിങ്ങവനത്ത് തന്നെ നടത്തണമെന്ന് ഗ്രാനായി കമ്മിറ്റിക്ക് ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആ മീറ്റിംഗിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഓരോ ദേവാലയങ്ങളിലും എനിക്ക് തോന്നുന്ന ഗ്രാനായി സമുദായത്തിലെ ഏതെങ്കിലും ദേവാലയം പങ്കെടുത്തിട്ടില്ലാത്ത ഒരു ദേവാലയം പോലും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഴുവൻ ദേവാലയമുണ്ട്. ഇപ്പൊ പങ്കെടുത്ത ദേവാലയങ്ങളെ പേര് പറയുകയാണെങ്കിൽ ഒത്തിരി സമയം പറയേണ്ടി വരും. പങ്കെടുക്കാത്ത ദേവാലയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു ദേവാലയം പോലും പങ്കെടുക്കാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ വിദേശത്തുള്ള NMKC-ക്കാർ പങ്കെടുത്തു, EKC-ക്കാർ പങ്കെടുത്തു. അങ്ങനെ എല്ലാവരും വളരെ ചിട്ടയോടെ യാതൊരു വിധമായ അനർത്ഥ സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു വാഗ്വാദമോ ഒന്നും നടത്താതെ വളരെ ചിട്ടയോടും പരിപാവനമായിട്ട് നല്ല മുദ്രാവാക്യങ്ങളും വിളിച്ച് നമ്മുടെ പുരാതന പാട്ടിലെ ആ ഈരടികളും പാടി മനോഹരമായി ഇങ്ങനെ ഒരു സംരംഭം അല്ലെ ഇങ്ങനെ ഒരു സമുദായ ദിനം നടത്തി ഗ്രാനായി കമ്മിറ്റിയുടെ ആ ഉദ്യമത്തെ നിങ്ങൾ വിജയിപ്പിച്ചതിനെ ഞങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ ഗ്രാനായി സമുദായത്തിലെ മുഴുവൻ സമുദായ അംഗങ്ങളോടും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ആ പ്രോത്സാഹനമാണ് ഗ്രാനായി കമ്മിറ്റിയുടെ വിജയമെന്ന് പറയുന്നത്. നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഇത്. സമുദായ മെത്രാപ്പൊലീത്ത എല്ലാവരെയും, സമുദായത്തിലെ പ്രഗത്ഭരായ എല്ലാവരെയും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനായി സമുദായത്തിന് അഭിമാനകരമായ ബാംഗ്ലൂരിലെ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് അവരുടെ വരെ, അദ്ദേഹത്തെ വരെ നമ്മുടെ രക്തത്തിൽ പറഞ്ഞയാളാണല്ലോ, അതുവരെ പറഞ്ഞു. അങ്ങനെ മറ്റുള്ള കേരളത്തിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം, MP-മാർ, MLA-മാരടക്കം മറ്റു സമുദായ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഗ്രാനായി സമുദായത്തിനെ അത്രയും വലിയ ഒരു അഭിമാനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടിയ കമ്മിറ്റിയിൽ ആ മീറ്റിംഗില് ഏതാണ്ട് 270 പോലീസ് അധികാരികൾ തന്നെ അതിനകത്തുണ്ടായിരുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ DYSP-മാരും എല്ലാ സ്റ്റേഷനുകളിലെ സർക്കിളും എല്ലാ പോലീസ് ഓഫീസർമാരും SP തൊട്ട് ഇങ്ങോട്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരും അവരുടെ ഭയങ്കരമായ സഹകരണം ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ചിട്ടയായിട്ടും ഇത് നടത്തുവാനായിട്ട് സാധിച്ചു. പോലീസ് അധികാരികളോടുള്ള സർവ്വവിധമായ ഗ്രാനായി സമുദായത്തിന്റെ നന്ദികൾ അറിയിക്കുന്നു, അല്ലെങ്കിൽ അവരോടുള്ള കടപ്പാടുകൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു ഈ പ്രോഗ്രാമിന് ഏറ്റവും ഭംഗിയായി നടത്തുന്ന പള്ളികൾക്ക് അവർക്ക് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഇങ്ങനെ കൊടുക്കുമെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. യഥാർത്ഥം പറയുകയാണെങ്കിൽ എല്ലാ പള്ളികളും ഈ പ്രൈസുകൾക്ക് അർഹരാണ്. ഒരാളെ പോലും മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങൾ ലൈവ് എല്ലാം നോക്കി, ഒറ്റ ദേവാലയം പോലും അവര് പുറകോട്ടാണെന്ന് പറയാം. എല്ലാവർക്കും യഥാർത്ഥത്തിൽ പ്രൈസ് കൊടുക്കേണ്ടതാണ്. എന്നാൽ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളെ കുറച്ചുപേരെ ഞങ്ങൾക്ക് ലൈവ് നോക്കി ഗ്രാനായി കമ്മിറ്റി ഈ 2 ദിവസങ്ങളായിട്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ട് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ദേവാലയം എന്ന് പറയുന്നത് റാന്നി വലിയ പള്ളിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അതിനകത്ത് പങ്കെടുത്തു. അപ്പൊ 1ാമത്തെ പ്രൈസ്
റാന്നി വെല്ലുവിളിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങള് ഐക്യകണ്ഠ്യേനെ ഗ്രാനായ കമ്മിറ്റി ഇന്ന് ഒരു തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒന്നാമത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പലർക്കും കിട്ടേണ്ടതാ. അത് ഞങ്ങളുടെ ജനപങ്കാളിത്തത്തിന്റെ പുറത്താണ്. അത് കൂടുതൽ അവർ നല്ല രീതിയിൽ അവരുടെ തൊപ്പിയൊക്കെ വെച്ച് നല്ല രീതിയിൽ വന്നവരാണ് ഒന്നാമത്തെ പ്രൈസ്. രണ്ടാമത്തെ സമ്മാനം 2 പള്ളിക്ക് ആയിട്ട് ഞങ്ങൾ എല്ലാം ഒപ്പത്തിലൊപ്പതിക്കുന്ന പള്ളിയാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രൈസ് ഞങ്ങൾ കൊടുക്കുന്നത് ഒന്ന് കോട്ടയം വലിയ പള്ളി. നല്ല മനോഹരമായിട്ട് അവരുടെ ടാബ്ലോയും ഒക്കെ ഉണ്ടായിരുന്ന രഥങ്ങളൊക്കെ മുൻപേട്ടുണ്ടായിരുന്നു. വളരെ ചിട്ടയോടുകൂടിയാണ് അവരും വന്നത്. അതുപോലെ നീലമ്പേരൂർ പള്ളി. ഈ 2 ദേവാലയങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കൊടുക്കുവാനായിട്ട് ഇന്ന് ഞങ്ങള് ഇവിടെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഐക്യകണ്ഠ്യേനയുടെ തീരുമാനമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സമ്മാനം ഞങ്ങള് അതും 2 പള്ളികളാണ് അതിന് അർഹരായിരിക്കുന്നത്. ഒന്ന് വാകത്താനം പള്ളി അതിന് അർഹരായിട്ടുണ്ട്. സെന്റ് സൈമൻസ് വാകത്താനം പള്ളിയുണ്ട്. അതുപോലെ തന്നെ ചിങ്ങവനത്തെ ദേറാപ്പള്ളി സെന്റ് ജോൺസ് ദേറാപ്പള്ളിക്കും 3ാം സമ്മാനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. മനോഹരമായിരുന്നു. എല്ലാവരും മനോഹരമാണ്. ഇതിനകത്തുനിന്ന് എങ്ങനെ ആൾക്കാരെ തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ആ 2 പള്ളികൾക്ക് 3ാം സമ്മാനം. പിന്നെ പ്രോത്സാഹന സമ്മാനം മുഴുവൻ ആൾക്കാരും സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾ മുഴുവൻ ചട്ടയും മുണ്ടുവിട്ട് നമ്മുടെ ട്രഡീഷണൽ വേഷം ധരിച്ചു വന്ന ഒരു പള്ളിയാണ് ഗുരുനാഥപുരം പള്ളി. ചെറിയ പള്ളിയാണെങ്കിൽ പോലും അവരെ ഗ്രാനായ സമുദായത്തിന്റെ എൻഡോഗമി ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ വേഷം ഇട്ടുകൊണ്ട് വന്ന അവർക്ക് പ്രോത്സാഹന സമ്മാനം ഗുരുനാഥ പള്ളി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാമമംഗലം പള്ളിക്കാര് അവരുടെ നല്ല കലാരൂപമാണ്. മുഖ്യമന്ത്രി വന്നപ്പോഴും സ്റ്റേജിലും ഒക്കെ അവരെ മാർഗംകളി അവിടുത്തെ കുട്ടികൾ മനോഹരമായിട്ട് അവരെ രാമമംഗലം പള്ളി അതിനകത്ത് അവർ കളിക്കുകയും അതുപോലെ മനോഹരമായ അത്രയും ദൂരത്തു നിന്നാണെങ്കിലും അവർ വന്നു. അവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കലിശ്ശേരി പള്ളി മനോഹരമായിട്ട് ഉള്ള ഒരു വേഷവിധാനത്തോടുകൂടി തൊപ്പിയൊക്കെ വെച്ച് അവർ വന്നു. അവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റൂർ പള്ളി വളരെ മനോഹരമായിട്ടാണ് അവര് അതിനകത്ത് പ്രവർത്തിച്ചത്. കുറ്റൂർ പള്ളിക്കും സമ്മാനമുണ്ട്. അതുപോലെ തന്നെ കുറിച്ചി മാർ ഇഗ്നാത്യോസ് പള്ളിക്കും അവരുടെയും കലാരൂപങ്ങളും ഒക്കെയായിട്ടാണ് അവർ വന്നത്. അവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട്. അതുകൂടാതെ തന്നെ അഞ്ചാനി പള്ളിക്ക് കൂടെ പ്രോത്സാഹന സമ്മാനം അവർ നല്ല രീതിയിലാണ് വന്നത്. എല്ലാവരും നല്ല രീതിയിലാണ്. ഞങ്ങള് ഇതിൽ വിവാദമാക്കരുത്. ഇതിനകത്ത് എല്ലാ പള്ളികൾക്കും കൊടുക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഒന്ന് തെരഞ്ഞെടുപ്പ് വേണമല്ലോ. അതിനുവേണ്ടി അഞ്ചാനി പള്ളി ഉൾപ്പെടെ ഇത്രയും പേർക്ക് ഇത് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി പ്രൈസ് കൊടുക്കുന്നതാണ്. അത് ഉടനെ തന്നെ ഞങ്ങള് ഇതിന്റെ ഒരു സ്വാഗത സംഘം ഞങ്ങളുടെ അടുത്ത ഞായറാഴ്ച ഒരു സ്വാഗത സംഘം വിളിക്കുന്നുണ്ട്. അന്ന് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിന്റെ അടുത്ത ഞായറാഴ്ച 1-ാം തീയതി അടുത്ത ഫെബ്രുവരി മാസം 1-ാം തീയതി നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ വിജയിച്ച ഗ്രാനായ സമുദായ അംഗങ്ങൾക്ക് അവരെ അനുമോദിച്ചുകൊണ്ട് സമുദായ മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിലെ ഒരു മീറ്റിംഗ് അപ്രേ സെമിനാരിയിൽ വെച്ച് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് ഈ 1, 2, 3 ഈ ഗ്രാനായ സമുദായ ദിനത്തിൽ പ്രൈസ് മേടിച്ച പള്ളികൾക്ക് അന്ന് ആ ട്രോഫികൾ അന്ന് വിതരണം ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സ്വാഗത സംഘമുണ്ട്. 301 പേരടങ്ങിയ ഒരു സ്വാഗത സംഘത്തിനെ ഞങ്ങൾ 1 മാസം മുമ്പ് തെരഞ്ഞെടുത്തിരുന്നു. ആ സ്വാഗത സംഘത്തിന്റെ ഒരു മീറ്റിംഗ് അടുത്ത ഞായറാഴ്ച 25-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് അപ്രേ സെമിനാരിയിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. എല്ലാ സ്വാഗത സംഘ അംഗങ്ങളും അതിനകത്ത് വന്ന് സംബന്ധിക്കണം. അവരെ വന്ന് സംബന്ധിച്ചിട്ട് ആ സ്വാഗത സംഘത്തിന്റെ പരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത വരുന്ന 25-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് അപ്രേ സെമിനാരിയിൽ വെച്ച് അവരുടെ ഒരു മീറ്റിംഗ് തീർച്ചയായിട്ടും കൂടുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത്രയുമൊക്കെ ഗ്രാനായ സമുദായം ഒന്നേ ഉള്ളൂ. ഗ്രാനായ സമുദായത്തിൽ ഒരു മെത്രാപ്പോലീത്തായും 3 സഹായ മെത്രാച്ചന്മാരും ആണ് ഉള്ളത്. അപ്പോൾ ഈ മീറ്റിംഗോടുകൂടി അത് തെളിഞ്ഞിരിക്കുകയാണ്. ഗ്രാനായ സമുദായത്തിന്റെ എൻഡോഗമി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഗ്രാനായ സമുദായത്തിന്റെ ഭരണഘടന കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം. ഒരു വിഘടിത പ്രവർത്തനങ്ങളൊന്നും ഇനി സമുദായത്തിൽ ഉണ്ടാകരുത്. ഗ്രാനായ സമുദായത്തിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ
ലക്ഷ്യം. ഇപ്പൊ ഉടൻ തന്നെ അധികം താമസിയാതെ തന്നെ കോളേജ് ഇവിടെ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ കോളേജ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നമ്മുടെ റിട്ടയർമെന്റ് ഹോം അതും ഈ വർഷം തന്നെ നമ്മളവിടെ ആരംഭിക്കും. അങ്ങനെ വിവിധങ്ങളായ പരിപാടികള്, വികസന പ്രവർത്തനങ്ങളും അത് നമ്മൾ നടത്തുന്നതാണ്. അങ്ങനെ ജ്ഞാനായ സമുദായം ഒറ്റക്കെട്ടായിട്ട്, ജ്ഞാനായ കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്നത് പോലെ തന്നെ സമുദായവും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ജ്ഞാനായ അസോസിയേറ്റ് അംഗങ്ങളും ജ്ഞാനായ കമ്മിറ്റിയും മെത്രാച്ചന്മാരെ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവര് ആ സമുദായ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുന്നതിനും ഈ ഭരണഘടന എല്ലാവരും അംഗീകരിക്കുന്നതിനും അതനുസരിച്ച് മുൻപോട്ട് പോകുന്നതിനും എല്ലാവർക്കും ഇടവരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ചിങ്ങവനത്തെ സെന്റ് ജോൺസ് പുത്തമ്പള്ളിയുടെ ആ ഗ്രൗണ്ടിലാണല്ലോ നമ്മൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പുത്തമ്പള്ളിയിലെ എല്ലാ അവിടുത്തെ ട്രസ്റ്റി സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങള്, അസോസിയേഷൻ അംഗങ്ങള്, ഇടവക അംഗങ്ങള്, അതുപോലെ തന്നെ ഭക്തസംഘടനകള്, വനിതാ സമാജം എല്ലാവരും അവിടുത്തെ കുഞ്ഞുകുട്ടി ആവാലവൃന്ദം കൂടാതെ ഏറ്റവും മനോഹരമായ ഗീതങ്ങള് അവിടെ പാടിയ അവിടുത്തെ ഗായക സംഘം അവരോട് ഉള്ള നന്ദി അറിയിക്കുന്നു. വികാരിയച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെ പുത്തമ്പള്ളി കാണിച്ച അതിന്റെ ഇവിടുത്തെ ചിങ്ങവനം ഏരിയയുടെ കൺവീനറായിരുന്നു ചാക്കോച്ചായൻ കുറുക്കക്കാലായി. അദ്ദേഹത്തെ പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ട്രസ്റ്റിയാണല്ലോ, സെക്രട്ടറി ഉൾപ്പെടെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു. ഇത്രയൊരു മഹാസമ്മേളനം നടത്തുന്നതിന് അതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ആ ദേവാലയത്തിലെ മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ അനുമോദിക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഈ സംരംഭത്തിന് ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ ഒത്തിരി സഹകരണം ഉണ്ടായിരുന്നു. തിരക്കുകളിടയിലാണേലും രാത്രിയിലാണേലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. അവിടെ പന്തല് നോക്കുന്നതിലും അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജിന്റെ ക്രമീകരണങ്ങളും പിന്നെ ഒത്തിരി റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പോലീസിന്റെ റെസിസ്റ്റൻസ് ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും വലിയ ഒരു റെസിസ്റ്റൻസ് വരുമെന്ന് അറിയത്തില്ലായിരുന്നു. 2 പോഡിയം ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നു. അടുത്ത ആളുകൾ ഇരിക്കുന്നതിന് അകലം വേണമായിരുന്നു. അവര് എന്നാലും നമ്മളോട് ഒത്തിരി സഹകരിച്ചു. ആ സഹകരണം കൊണ്ടാണ് ഇത്രയും മനോഹരമാക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജ്ഞാനായ കമ്മിറ്റിയുടെ തീരുമാനം എല്ലാവരെയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.